അച്ചിരി വേണ്ട, സാധാ ചിരി ഇരിക്കും. അത് വേണ്ട, അത് വേണ്ട, അച്ചിരി വേണ്ട. വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ, ആലപ്പുഴ ജില്ല. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ, അതായത് മായിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എന്താ പറയുക, ഒരു ഓണത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഉണ്ടോ. അപ്പോൾ ആ പൂന്തോട്ടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്തവണ ഈ പൂന്തോട്ടം, അതായത് നമ്മൾ കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ പറയുക, ഏക്കർ കണക്കിന് ഇത് കണ്ടോ. അപ്പോൾ ഇത്തവണ ഓണത്തിനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൂപ്പാടത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, നമസ്കാരം. ഞാൻ VP സുനിലാണ്, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുയിലെ കർഷകൻ. ഈ ഓണത്തെ വരവേൽക്കാൻ നമ്മൾ 2.5 ഏക്കറിൽ 30,000-ഓളം വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും കൃഷി ചെയ്തിരിക്കുകയാണ്. ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ വരുന്നത്, അല്ലെങ്കിൽ പച്ചക്കറി വരുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പൂക്കളെല്ലാം ചത്ത പൂക്കളാണ്. അപ്പോൾ ജീവനുള്ള പൂക്കളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ജീവനുള്ള പൂക്കളെ നമുക്ക് കൊണ്ടുപോയി അത്തവിടാനുള്ള ഒരു സംവിധാനം നമ്മുടെ തോട്ടത്തിലുണ്ട്. ബന്ദി 3 കളറുണ്ട്. അത് ഓറഞ്ച് ഉണ്ട്, മഞ്ഞയുണ്ട്, വൈറ്റ് ഉണ്ട്. അതുകൊണ്ട് വാടാമുല്ലയുണ്ട്. അതിനെല്ലാം വ്യത്യസ്തമായി നമ്മൾ ഇത്തവണ തുമ്പ കൂടി കൃഷി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്നതാണ് തുമ്പ. ഓണത്തപ്പനെ വരവേൽക്കുമ്പോൾ അത്തനാളിൽ ആദ്യം ഇടുന്നത് നമ്മുടെ തുമ്പയാണ്. അപ്പോൾ തുമ്പ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് അതൊന്നും കാണാനില്ല. അപ്പോൾ തുമ്പ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു കൃഷി തോട്ടം നമ്മൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഈ വരുന്ന 7-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനവും അതോടനുബന്ധിച്ച് പൂക്കൾ വാങ്ങുന്നതിനുള്ള സംവിധാനം, പച്ചക്കറി വാങ്ങുന്നതിനുള്ള സംവിധാനം, സെൽഫി എടുക്കുന്നതിന് സംവിധാനം, റീൽസ് എടുക്കുന്നതിന് സംവിധാനം എല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു വർണ്ണമനോഹരമായ കാഴ്ച അല്ലെങ്കിൽ വിരുന്ന് ഒരുക്കിക്കൊണ്ടുള്ള ഒരു പൂന്തോട്ടമാണ് നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നമ്മുടെ വിശാലമായ ചെണ്ടുമല്ലിത്തോട്ടം. ആ ചെണ്ടുമല്ലിയെ കൂടുതൽ ഭംഗിയാക്കുന്നത് നമ്മുടെ വാടാമുല്ലയാണ്. വാടാമുല്ല എന്ന് പറഞ്ഞാൽ ചെണ്ടുമല്ല നമുക്ക് 60 ദിവസം കൊണ്ട് വിളവായി, 60 ദിവസം ആകുമ്പോൾ നല്ല പൂക്കളാവും. പക്ഷെ വാടാമുല്ല എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും നമുക്ക് 80 ദിവസം വേണം. അപ്പോൾ 20 ദിവസം മുമ്പ്, അതായത് ആദ്യം നമ്മൾ വാടാമുല്ല നട്ടതിന് ശേഷമാണ് ചെണ്ടുമല്ല ഇട്ടത്. അപ്പോൾ 20 ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പൂക്കളെല്ലാം ആയിരിക്കുകയാണ് ഇപ്പം. ചെണ്ടുമുല്ലയെ സംബന്ധിച്ചിടത്തോളം ചെണ്ടുമുല്ല വിടർന്ന് എന്തുമാത്രം പൂവ് ആകാൻ പറ്റും, ആ പൂവല്ല, അതിന് പുതിയ മുട്ടകളൊന്നും വരാനില്ല. അപ്പോൾ ഇത് പൂക്കളെല്ലാം ആയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓണമാണ്, ഓണത്തിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് വലിയ വിലയാണ്. ഇപ്പൊ ഈ വാടാമുല്ല 1 കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണം പറിക്കാൻ. അപ്പൊ എങ്ങനെയാ വെച്ചാൽ 400 രൂപ കൊടുത്താലേ നമുക്ക് മുതലാവുള്ളൂ. അതോടൊപ്പം തന്നെ ബന്ദി നമ്മൾ ഒരു 150-200 ഇടക്കുള്ള വിലയാണ് നമ്മൾ എല്ലായിടത്തും കർഷകർ കൂടി ആലോചിച്ചുകൊണ്ട് ഓണത്തിന് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 150 രൂപയ്ക്ക് മുകളിൽ വില വരും. അപ്പൊ 4 കളറല്ല, മൊത്തം 5 കളർ, 3 കളർ ചെണ്ടുമല്ലി, വെള്ള, ഓറഞ്ച്, മഞ്ഞ, അതോടൊപ്പം തന്നെ വാടാമുല്ല, അതോടൊപ്പം തന്നെ നമ്മൾ ഇത്ര ചെയ്തിരിക്കുന്ന തുമ്പ. അപ്പം ഇത് വിശാലമായ ഒരു തോട്ടം. പിന്നെ നമുക്ക് ഒന്ന് ശ്രമിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഊഞ്ഞാലാടാനുള്ള സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ചുകൂടി ഫ്ലവറൊക്കെ വരും, പുതിയ ഫ്ലവറൊക്കെ വരും. അപ്പോൾ അതുണ്ടാകും, റീൽസ് എടുക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ മാത്രം കാണുന്ന ആണ് ഇതുപോലെ പാടങ്ങൾ. അതല്ല, ശരിക്കും പറയാം ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ തമിഴ്നാട്ടിലോട്ടൊക്കെയാ പോകുന്നത്. അതെ അതെ, അതൊന്നും വേണ്ട. ശരിക്കും പറയാം നമുക്ക് കേരളത്തിൽ തന്നെ സെറ്റപ്പ് സ്ഥലമാണ്. ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഇപ്പൊ തോവാളത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പൂ വന്നത്. തോവാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂക്കളുടെ ഏരിയയാണ്. ഓണത്തിന് വന്ന മൊത്തം പൂക്കൾ തോവാളയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കഞ്ഞിക്കുഴി ഒരു തോവാളയായി. അങ്ങനെ ഞങ്ങളെ കൂട്ടുള്ള കർഷകർ, കർഷകരുടെ ഒരു അതെ കർഷകരുടെ നാടെന്നറിയപ്പെടുന്ന സ്ഥലമാണ് കഞ്ഞിക്കുഴി. അതെ, കഞ്ഞിക്കുഴി എല്ലാ അർത്ഥത്തിലും ഇപ്പൊ നമ്മള് പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി ഉണ്ട്, നെല്ലിന് നെല്ലുണ്ട്, നാളികേരത്തിന് നാളികേരമുണ്ട്, പൂവിന് പൂവുണ്ട്, കോഴി വേണമെങ്കിൽ മത്സ്യം, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളൊരു കിറ്റിന്റെ ഒരു അപ്പൊ നമ്മൾ ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത് ഇത് പൂക്കൾ 500 രൂപ കിറ്റാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 കളർ പൂക്കൾ ചേർന്നുകൊണ്ട് 500 രൂപ കിറ്റ്. അത് അപ്പൊ ഒരു വലിയൊരു വസ്ത്രം ഇടാൻ പറ്റും ഒരു വീടിന്. ഒരു 500 രൂപ കിറ്റ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് 500 രൂപ കിറ്റ് വറം കൊടുത്തപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ ഇത്രയും പൂവ് വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം വെച്ചാൽ 500 രൂപയുടെ പൂവെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ 500 രൂപ കിറ്റ് നമ്മളുണ്ട്. അപ്പോൾ മുൻകൂട്ടി ഓർഡർ തരുന്നവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം കൊണ്ട് നോക്കുന്നുണ്ട് തവണ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ എറണാകുളത്ത് വരെ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇത്തവണ നോക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ശരിക്കും പറയാൻ അടുത്താണല്ലോ, അതെ അതെ, അതാണ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാരണം KSRTC ബസ്സിനെ ആശ്രയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവരിപ്പോൾ ഓരോ സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെപ്പോ ചെന്ന് എടുക്കുക, അങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൂപ്പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ സുനിലേട്ടന് ഒരുപാട് എന്താ പറയുക ആശംസകൾ. വമ്പൻ കച്ചവടം, സെയിൽ നടക്കട്ടെ ഇത്തവണത്തെ ഓണച്ചന്തയിൽ. അതുമാത്രമല്ല, എല്ലാവരും ഇവിടെ ഈ ഒരു ഫ്ലവർ ഷോ ശരിക്കും പറയാൻ ഒരു 10 ദിവസം ഉണ്ടാവില്ല ഇവിടെ. 10 ദിവസത്തേക്ക് ഇവിടെ ഷോ ഉണ്ടാവും. അപ്പൊ എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടാവും. സൗകര്യം വേറെ ഇച്ചിരി വിപുലീകരിച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഈ സ്ഥലം ഒന്നും കൂടി ചേർത്തല എന്ന ആലപ്പുഴക്ക് വരികയാണെങ്കിൽ 11-ാം മൈൽ ജംഗ്ഷൻ ഉണ്ട്. 11-ാം മൈൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ 100 മീറ്റർ വരുമ്പോൾ വലത്തോട്ട് റോഡുണ്ട്. ആ വലത്തോട്ട് വരുന്ന റോഡിലാണ് നമ്മുടെ പൂന്തോട്ടം. അപ്പൊ അത് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. ശരിക്കും പറയാ ആലപ്പുഴ ഓപ്പോസിറ്റ് ആണ്. അത് തന്നെ, അതായത് 11-ാം മൈലിലോട്ട് കയറുന്ന വഴി തന്നെ ഒരു 50 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് കാണുന്ന ആദ്യത്തെ വഴി, നേരെ ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ സ്പോട്ടിലെത്തും. അപ്പോ സുനിലേട്ടാ ശരി എന്നാ, ഓക്കെ, താങ്ക് യു, ഓക്കെ, ബൈ ബൈ.